മാസങ്ങളായി കുടിവെള്ളമില്ലാത്തതിനാൽ വലഞ്ഞ് ജനങ്ങൾ. തൊടുപുഴ നഗരസഭ 16-ാം വാർഡിലാണ് ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നത്. BDM സ്കൂൾ വാർഡിൽ കുടിവെള്ളം കിട്ടാക്കനിയായതിനു പുറമെ പ്രദേശത്തെ റോഡുകളും തകർന്നതോടെ ജനജീവിതം ഏറെ ദുസ്സഹമാണ്. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്നൊക്കെ ചൊല്ലുണ്ടെങ്കിലും അതിന് ഇത്രയധികം പ്രാധാന്യമുണ്ടെന്ന് BDM സ്കൂൾ വാർഡിലെ ഉണ്ടപ്ലാവ് ലക്ഷംവീട് ഭാഗത്തെ ജനങ്ങൾ കരുതിയിരിക്കില്ല. കഴിഞ്ഞ 2 മാസത്തിലേറെയായി കുടിവെള്ളം ഇവർക്ക് കിട്ടാക്കനിയാണ്. പൈപ്പ് പൊട്ടി ഒഴുകി വെള്ളം പാഴാകുന്നതിനാൽ പ്രദേശത്തുള്ള തോടുകളിൽ നിന്നും സമീപത്തെ വീടുകളിലുള്ള കിണറുകളിൽ നിന്നൊക്കെയായിട്ടാണ് പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ വെള്ളം ശേഖരിക്കുന്നത്. ഈ വെള്ളം അവർ ഒന്ന് സെറ്റ് ചെയ്തതിൻ്റെ അന്ന് തന്നെ ഈ വെള്ളം ഇങ്ങനെ തന്നെ ഒഴുകുകയാണ്. 2 മാസം 3 മാസമായി ഈ വെള്ളം ഇങ്ങനെ തന്നെ ഒഴുകണം. കുടിവെള്ളം നമ്മുടെ ഇല്ല. ഇപ്പോൾ ഒരു ടാപ്പ് കുടിക്കണം വെള്ളമില്ല. ഈ വെള്ളം ഇങ്ങനെ ഒഴുകി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടാപ്പുകളിലും വെള്ളം കിട്ടാതെ ടാങ്കിൽ വെള്ളം കയറാറില്ല. അതൊക്കെയാണ് നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും. എല്ലാവർക്കും ഉണ്ടാവും ബുദ്ധിമുട്ട്. അപ്പോൾ തോട്ടിൽ നിന്നും ഈ വേറെ കിണറ്റുകളൊക്കെ പോയി എല്ലാവരും വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തീരുമാനമാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. വാർഡ് കൗൺസിലറോട് അടക്കം പരാതി പറഞ്ഞിട്ടും വിഷയത്തിൽ തീരുമാനമായില്ലെന്നും കളക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്നും ഇവർ പറയുന്നു. കുടിവെള്ളക്ഷാമത്തിന് പുറമെ പ്രദേശത്തെ റോഡും താറുമാറായി കിടക്കുകയാണ്. ലക്ഷംവീട് 2 പാലം റോഡ് തകർന്നതിനാൽ ഇതുവഴിയുള്ള വാഹനയാത്ര പോലും ഏറെ ദുസ്സഹമാണ്. നിരവധിയായ സ്കൂൾ ബസ്സുകൾ അടക്കം ധാരാളം വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് യുവജന സംഘടനാ ഭാരവാഹികളും ആവശ്യപ്പെട്ടു. 16-ാം വാർഡിലെ ലക്ഷംവീട് 2 പാലം കാരനമ്പുറത്തിന് പോണ റോഡാണ് ഇത്. ആ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് കോളേജ്, മോളക്കുറ ഹോസ്പിറ്റൽ അങ്ങോട്ട് എല്ലാം പോകുന്നവരെ ഒരു 10-20 സ്കൂൾ ബസ്സുകൾ ഇതിൽ പാസ് ചെയ്യണം എപ്പോഴും. നമ്മൾ ഇത് പൊളിഞ്ഞ് കിടന്നിട്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ DYFIയുടെ നേതൃത്വത്തിൽ അവിടെ എല്ലാം ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് കൗൺസിലർ അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറയണത് വർക്ക് ഏറ്റെടുക്കാൻ ആളില്ലാന്നാണ് പറയണത്. അത് കൗൺസിലറല്ല പറയണത്, കൗൺസിലറിൻ്റെ കെട്ടിയവനാണ് പറയണത്. അത് കുമ്മങ്കലിലൊരു റോഡ് ഇവർ ടാർ ചെയ്തിട്ട് രാവിലെ ടാർ ചെയ്ത് ഉച്ചയ്ക്ക് വലിച്ച് അവിടെ പോയിട്ട് അതിൻ്റെ കേസും കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അത് ഏറ്റെടുക്കാൻ ആളില്ലാന്ന് പറയണത്. ഇവരുടെ അടുത്ത് നിരന്തരം പറയാറുണ്ട് ഞങ്ങൾ ടാർ ചെയ്യണം, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ചെയ്തു തരാൻ പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും കൗൺസിലറിൻ്റെ ഭാഗത്തു നിന്നും ഒരു അനക്കം പോലും ഉണ്ടായിട്ടില്ല. അവിടെ ഒരു സ്കൂൾ ബസ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-20 സ്കൂൾ ബസ്സുകൾ തന്നെ അതിലോ പല സ്ഥലത്തേക്കും പോകുന്നുണ്ട്. ഓട്ടോറിക്ഷകൾ പോകുന്നുണ്ട്. പല വണ്ടികളും അതിലെ പോകുമ്പോൾ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെയാണ്. പലവരും ഞങ്ങളുടെ അടുത്ത് വിളിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് ഇറങ്ങി തിരിച്ചത്. ഈ 2 വിഷയങ്ങളിലും ഉടനടി പരിഹാരമായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. Al-Azhar Group of Institutions, 16 institutions offering 56+ programs, serving 7,000+ students. Al-Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, Founder, Chairman, Al-Azhar Group of Institutions, Todupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al-Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al-Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, an expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al-Azhar Group of Institutions, Todupuzha.